ദേവാ ദേവാ മീനു എന്തോ പുച്ചുകുട്ടി, നീ എണീറ്റതേ ഉള്ളൂ? ഈ വീട്ടിൽ ആദ്യം എണീറ്റേ ഞാൻ. എന്തോ എങ്ങനെ 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 എന്തോ പൊന്നുമോളെ വിളിച്ചെന്നെ? ഞാൻ പറഞ്ഞേ അത് പിന്നെ അത് ഒരു ഫോഴ്സിന് വന്നു പോയതാ. കേറി വാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എന്റെ സഹോദരി ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അനക്കൊന്നും ഇല്ലല്ലോ, അവള് ചത്തോടി. അവള് മേളത്തെ റൂമിലുണ്ട്. അല്ല, അവനെന്തിയാ? ദേവനെന്തി? അവൻ എണീറ്റില്ലാന്ന് തോന്നുന്നു. ആര്? അവനോ? സത്യം പറയടി, നീ അവന് വല്ല ഉറക്കോളിയോ കൊടുത്തോ? സത്യം പറഞ്ഞാണോ? അപ്പൊ കൊടുത്താല് തിന്നുന്ന സാധനം തന്നെയാ. പൂച്ചേ, നീ അവനെ കൊന്നാ? അല്ലെങ്കിൽ ഇങ്ങനല്ലല്ലോ അവൻ. എനിക്കറിയത്തില്ല, മോളി കാണും. വാ, നമുക്ക് എന്തായാലും പോയി നോക്കിട്ട് വരാം. എന്നാ വാ, ഇനിയിപ്പോ നോക്കിട്ട് വരാം. എന്റെ ദൈവമേ, എന്താ വായും തുറന്നിരിക്കുന്നേ? ഞാനോട് നോക്കണത് മാറ്. കൺകുളർക്ക കണ്ടതോ? അങ്ങോട്ട് നോക്കിക്കേ. കർത്താവേ, കിരീം വന്നു ഒന്നിച്ചോ? അപ്പൊ നമ്മളിനി ഇവിടെ നിക്കണോ അതോ പോണോ? ഐ തിങ്ക് ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു കാര്യം സാധിക്കാനില്ല. സോ പോ. ഇനി അവരെപ്പോഴാന്ന് വെച്ചാൽ എണീറ്റ് വരട്ടെ. എന്റെ പൊന്നടാവേ, സമയം എത്രയോ? ഇവക്കിപ്പോ എങ്ങനുണ്ട്? പനി കുറഞ്ഞോ? കുഴപ്പമില്ല. ഡാ രാഹുലേ, നീ ഇതിപ്പോ എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് ഒരു 1/4 മണിക്കൂറൊക്കെ ആവുന്നു. എന്നിട്ട് എന്താ പറ്റി നീ എന്നെ വിളിക്കഞ്ഞ്? സമയം ഇത്ര ലേറ്റ് ആയെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നും പോയി. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സിസ്റ്റർ. എണീറ്റതേ ഉള്ളെന്ന് തോന്നുന്നു. അവൾ എണീറ്റതേ ഉള്ളൂ. ഇന്നലെ രാത്രി നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാ കിടന്ന്. എടി ചമ്മണ്ട, നമ്മൾ മാത്രം അറിഞ്ഞിട്ടുണ്ടോ? അവരറിഞ്ഞിട്ടില്ല. എന്തോ അറിഞ്ഞിട്ടില്ല നാടാ. ഒന്നുമില്ല, കോഫി കുടിക്കേ. എന്റെ പൊന്നെ, എനിക്കല്ല പറ്റിയത്, പക്ഷെ പറ്റേണ്ടാക്കതല്ല പറ്റിയത്. എന്തോന്ന് തേങ്ങയടി പറയുന്നത്? ഇങ്ങോട്ട് വാ, ഇത് നോക്ക് നീ. ഇവന്റെ കാലെങ്കിൽ ആരോട് തല്ലി പിടിച്ചേ? എന്തായാലും കണക്കായിപ്പോ, അല്ലേലും നാളെ കിട്ടണ്ടായിരുന്നു. അതെ അതെ, ആമ്പിളാരുടെ കൈയുടെ ചൂടവൻ അറിഞ്ഞിട്ടുണ്ട്. എണീറ്റ് നടക്കാൻ ഒക്കത്തില്ലെങ്കിൽ എഴുന്നള്ളി വരുന്നവൻ. എടാ മോനെ രാഹുലേ, ഒന്ന് വന്നേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടാ നീ ചോദിക്ക്. സത്യം പറ, നീ അല്ലേടാ അവനെ അടിച്ചേ? ഞാനോ? അവനെ അടിക്കാനോ? ഒന്ന് പോയടാ. നീ ആരെ നോക്കി കള്ളം പറയുന്നേ? എന്റെ പൊന്നടാ, ഞാനല്ലെന്ന്. ഇന്നലെ രാത്രി അവളെ വീട്ടിലാക്കിയിട്ട് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അത് പിന്നെ തറയിറക്കാതെ പൊന്നെ പോലെ കൊണ്ടു കിടക്കുന്നില്ലടാ. അപ്പൊ ആ ചെറ്റയ്ക്ക് ഇതെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആ ചെറ്റയ്ക്ക് 4 എണ്ണം കൊടുക്കായിരുന്നതാ. ഇപ്പൊ അവന്റെ കിഴപ്പങ്ങ് തീർന്ന കാണും. അവള് മരുത്തൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയോട്ട് അറിയാനും പോകണ്ട, പറയുകയും വേണ്ട. Okay students, please listen, this is an important notice. Okay, ഇത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഫെസ്റ്റിവൽ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുക്കണമെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്ന് അറിയിക്കേണ്ടതാണ്. ഫെസ്റ്റിവലാ? ആലോചിക്കണം. ഡിമനെ, എന്താ പരിപാടി? പൊളിക്കല്ലേ? പിന്നല്ലാണ്ട് നമ്മൾ വന്നിട്ട് തകർക്കാൻ കിട്ടിയ ഒറ്റ അവസരമാണ് ഇത്. മുതലെടുത്തോണം നന്നായിട്ട്. ഫെസ്റ്റിവലൊക്കെ ഓക്കെ, പക്ഷേ നമ്മൾ എന്തോന്ന് ചെയ്യും? എന്തിനാ ഡൗട്ട് അടിക്കുന്നത്? നമ്മുടെ ആസ്ഥാന കല ഡാൻസ്, വേറെ ഒന്നും വേണ്ട. അത് ശരിയാ, നമുക്ക് ഡാൻസ് എന്നാ പ്രധാനം. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അവന്മാർക്ക് ഇവളോടുള്ള ശത്രുത കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഫെസ്റ്റിവലിന് മുമ്പുള്ള ദിവസം എല്ലാവരും നല്ല പ്രാക്ടീസിലാണ്. ഫിലിക്സേ,
നാളെ തന്നെ ഇവിടുമാരുടെ രണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കണം. പൊന്നാര ആങ്ങളമാരെ അറിയുന്നതിനും ഇവിടെ തീർക്കണം. അതെന്താടാ അവന്മാരറിഞ്ഞ? അറിഞ്ഞാ പിന്നെ തൂത്തുവാരി എടുക്കാൻ പോലും നിന്നെ അവന്മാർ ബാക്കി വെച്ചേക്കത്തില്ല. പറഞ്ഞതോന്ന്. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇന്നോട് അവളുമാരെ അർമാദിക്കട്ടെ, നാളെ അവസാനമല്ലേ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ആദ്യം ക്ലാസിക്കൽ ഡാൻസ് ആണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലാത്തത്. സോ അതായിരിക്കും ഫസ്റ്റ്. ആയർദം മായ നീവ ആയർദം മായ നീവ உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. എടുത്തോണ്ട് വാടാ അവളുമാരെ പെട്ടെന്ന്. ഡീ നീയൊക്കെ ഇനി ഇവിടെ കിടന്ന് എത്ര നിലവിളിച്ചാലും അവന്മാര് വന്ന് നിന്നെ രണ്ടിനെ രക്ഷിക്കത്തില്ല. കയ്യിൽ കിട്ടിയ സ്വർണത്തെ ആരെങ്കിലും തട്ടിക്കളയോ മോളെ? എന്തു പോയി ഇവിടുമാരെ കെട്ടിയിടടാ. അവനെന്തോടി പറഞ്ഞ ദേവൻ നിന്റെ ദേഹത്ത് പോലും തൊടാൻ പറ്റത്തില്ലെന്നോ? നിന്നെ കാണിച്ചു തരാടി ഞാൻ ആരോന്ന്. கண்ணீரிலே பிரிந்து நான் போகின்றேன், விண்ணிலே பெண்மேகமாய் கலைந்து நான் மெல்ல மெல்ல கரைந்தேன். அழுகை எனும் அருவியில் தினம் தினம் நானும் விழுந்தேனே. நிலவே உன் நிழலினை தொடர்ந்திட நானும் விழைந்தேனே. ஏன் என்னை பிரிந்தாய் காதலை எரித்தாய் என் அழகே.
എടാ ആരും എന്തേ അവർക്ക് ഇന്ന് പറ്റിയിട്ടുണ്ടാ? എനിക്കെന്റെ മനസ്സങ്ങനെ പറയുന്നത്. എന്റെ കൊച്ചിന് എന്തോ പറ്റിയിട്ടുണ്ട്. എടാ മീനു എന്തേ? അവൾ കാണുന്നില്ല. ஆழி சூழ்ந்த உலகிலே யாவும் அழகாச்சே, வயதை மீறிய வாழ்விலே சிறு கவிதை உருவாச்சே. விரலினை தாண்டிடும் நகமென இவன் பாசமே கிரீடமா பாரமா புரியுமா சில நேரமே. இவன் அண்ணன் பாதி தந்தை மீதி ஆனானே ஆனானே, தம்பி என்ற நிலையை கடந்து போனானே போனானே. ஆழி சூழ்ந்த உலகிலே யாவும் அழகாச்சே, வயதை மீறிய வாழ்விலே சிறு கவிதை உருவாச்சே. ആ വിട്രവളെ. അനുവിന്റെയും മീനുവിന്റെയും ആരെങ്കിലും ഉണ്ടോ? യെസ് ഡോക്ടർ, ഞങ്ങളാ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം, പക്ഷേ ടെൻഷൻ ആകുകയും ചെയ്യരുത്. മീനുവിൻ്റെ കാര്യം കുഴപ്പമൊന്നുമില്ല, പക്ഷേ അനുവിൻ്റെ ബാക്ക് ഹെഡിന് അടി കൊണ്ടതുകൊണ്ട് അനുവിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ടാബ്ലറ്റ് കറക്റ്റ് സമയത്ത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, അധികം സ്ട്രെസ്സോ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾപ്പിക്കാതിരിക്കുക. ഫ്രീ ആയിട്ട് വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ നോക്കിക്കോളാം.